السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹ്മദ് അസീം അല്ലാഹു തആല ബിനഫ്സിൽ അസീസ് ദുആകൾ എന്ന പേരിൽ നടത്തിയ വെള്ളിയാഴ്ച ഖുതുബകളിൽ 8ാമത്തെ ഭാഗമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമാ. വിശുദ്ധ ഖുർആൻ 33-ാം അധ്യായം സൂറ അൽ അഹ്സാബിലെ 36-ാമത്തെ വചനമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. അതിൻ്റെ അർത്ഥം, അള്ളാഹുവിനെ അധികമായി സ്മരിക്കുന്ന പുരുഷന്മാരും വദ്ദാകിരീന അള്ളാഹുവിനെ അധികമധികമായി സ്മരിക്കുന്ന പുരുഷന്മാരും വദ്ദാകിറാത്തി അള്ളാഹുവിനെ അധികമധികമായി സ്മരിക്കുന്ന സ്ത്രീകളും വദ്ദാകിറാത്ത് അഅദ്ദല്ലാഹു ലഹും അല്ലാഹു തആല അവർക്ക് വേണ്ടി തയ്യാർ ചെയ്തിരിക്കുന്നു, ഒരുക്കി വച്ചിട്ടുണ്ട്. മഗ്ഫിറത്തൻ പാപമുക്തി, വഅജ്റൻ അളീമ അതിമഹത്തായ പ്രതിഫലവും. തങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കി കൊടുക്കുകയും അതിമഹത്തായ പ്രതിഫലവും അല്ലാഹു തആല അവർക്കായി ഒരുക്കി വച്ചിരിക്കുന്നു. അതായത് വദ്ദാകിരീന വദ്ദാകിറാത്ത് അള്ളാഹുവിനെ അധികമധികമായി സ്മരിക്കുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന്, അവർ മുൻകാലങ്ങളിൽ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കുകയും അതുപോലെ അവർക്ക് അതിമഹത്തായ പ്രതിഫലം നൽകുകയും ചെയ്യുന്നതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്തിരിക്കുന്നു, അള്ളാഹുവിൻ്റെ ദൂതൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി, അതായത് സമാനതകളില്ലാത്തവനും മഹത്വമുടയവനുമായ അള്ളാഹു തആല ഇപ്രകാരം പ്രസ്താവിച്ചിരിക്കുന്നു: എൻ്റെ ദാസൻ എന്നെപ്പറ്റി എപ്രകാരം ചിന്തിക്കുന്നുവോ ആ ചിന്തയ്ക്കനുസൃതമായി ഞാൻ അവൻ്റെ സമീപത്തുണ്ട്. എന്നെ അവൻ ഓർക്കുന്നത് പോലെ ഞാൻ അവൻ്റെ സമീപത്തുണ്ട്. അവൻ എന്നെ അവൻ്റെ ഹൃദയത്തിലാണ് സ്മരിക്കുന്നതെങ്കിൽ ഞാനും അവനെ എൻ്റെ ഹൃദയത്തിൽ സ്മരിക്കും. ഇനി അവൻ എന്നെ ഒരു പൊതുവേദിയിൽ വെച്ചാണ് സ്മരിക്കുന്നതെങ്കിൽ ഞാനും അവനെ പൊതുവേദിയിൽ വെച്ച് സ്മരിക്കും. അവൻ സ്മരിക്കുന്നതിനേക്കാൾ നല്ല നിലയിൽ ഞാൻ സ്മരിക്കും. അവൻ എൻ്റെ അരികിലേക്ക് ഒരു ചാൺ അടുക്കുകയാണെങ്കിൽ ഞാൻ അവൻ്റെ അടുക്കലേക്ക് ഒരു മുഴം അടുക്കുന്നതാണ്.
ഇനി അവൻ ഒരു മുഴമാണ് എന്നിലേക്ക് അടുക്കുന്നതെങ്കിൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് 2 മുഴം നീളത്തിൽ അടുക്കുന്നതാണ്. ഇനി അവൻ എൻ്റെ അടുത്തേക്ക് നടന്നാണ് വരുന്നതെങ്കിൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് ഓടി വരുന്നതാണ്. അപ്പോൾ അല്ലാഹു തആല അവൻ്റെ സൃഷ്ടികളോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ ആഴം, അടുപ്പത്തിൻ്റെ ആഴം, അവൻ്റെ വിവിധ കാര്യങ്ങളിൽ അള്ളാഹുവിൻ്റെ ഇടപെടൽ എങ്ങനെയാണ് എന്ന് വിശദമാക്കുന്ന ഒരു പ്രവാചക വചനമാണ് നിങ്ങൾ കേട്ടത്. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. ദുആകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി അദ്ദേഹം നടത്തുന്ന ഈ പ്രസംഗങ്ങൾ അല്ലാഹു തആല തുടരുവാൻ തൗഫീക്ക് ചെയ്തിരിക്കുന്നു. അതനുസരിച്ചാണ് ഇന്നത്തെ ഈ ഭാഗം നമ്മെ കൽപ്പിക്കുന്നത്. ഇതെല്ലാം അല്ലാഹു തആലയുടെ അനുഗ്രഹമാണ്, അവനിൽ നിന്നുള്ള സമ്മാനങ്ങളാണ്. അവൻ ഈ ദുആകൾ എൻ്റെ മേൽ ചൊരിഞ്ഞു തരികയാണ്. ആയതിനാൽ ഇസ്ലാമിലെ സഹോദരീ സഹോദരന്മാരുടെ മേലും കുട്ടികളുടെ മേലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള എൻ്റെ അനുചര വൃന്ദത്തിനും മേലും ഇവ സമർപ്പിക്കുവാൻ എനിക്ക് കഴിയുന്നു. യാ അല്ലാഹ്, യാ അലീം, യാ ഗഫാർ, യാ റബ്ബൽ ആലമീൻ. എന്നിലേക്ക് നീ ഒഴുക്കി വിടുന്ന ഈ എല്ലാ അറിവിനും ഞാൻ നിന്നോട് നന്ദി രേഖപ്പെടുത്തുന്നു. തന്മൂലം എനിക്ക് നിൻ്റെ ദാസന്മാരെ നേർവഴിയിൽ നയിക്കുവാൻ സാധിക്കുന്നു. ആമീൻ. നമ്മുടെ പ്രവാചക പ്രഭുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ മേലും അദ്ദേഹത്തിൻ്റെ എല്ലാ അനുചരന്മാരുടെ മേലും അല്ലാഹു തആലയുടെ കാരുണ്യവും രക്ഷയും അനുഗ്രഹവും ഉണ്ടാകുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. മുഴു ലോകത്തിനും കാരുണ്യവാനായ റഹ്മത്തുൽ ലിൽ ആലമീനായ ഈ മഹാനായ പ്രവാചകനിലൂടെയാണ് നാം ഈ ദുആകൾ അറിയുന്നത്. നമുക്ക് പ്രവാചകൻ്റെ മേൽ അധികമധികമായ സ്വലാത്തു ചൊല്ലാം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് ചെയ്ത ദുആകൾ അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. വിശിഷ്യ ഏതു സാഹചര്യത്തിലാണ് അത്തരം ദുആകൾ ചെയ്യേണ്ടതെന്നും നമ്മെ പഠിപ്പിക്കുന്നു. പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ് സമ്പൂർണ്ണ വഴികാട്ടിയും മാതൃകാ പുരുഷനും. പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാത്ത മറ്റൊരു വഴികാട്ടിയും നമുക്കില്ല. അതായത് അദ്ദേഹത്തിൽ നിന്നുമാണ് എല്ലാ ജനങ്ങളും മാതൃക സ്വീകരിക്കുന്നത്. അവരുടെ ഇസ്ലാമും അവരുടെ ഈമാനും സമ്പൂർണ്ണമാകുന്നതിനുള്ള ഒരേ ഒരു വഴി. ആയതിനാൽ നമ്മുടെ പ്രിയ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആകൾ ഞാൻ നിങ്ങളുടെ മുൻപാകെ വയ്ക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി ലാ ഇലാഹ ഇല്ലാ അൻത. യാ അല്ലാഹ്, ഖബറിലെ ശിക്ഷയിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. ആരാധനക്കർഹൻ നീയല്ലാതെ മറ്റാരുമില്ല. നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നു? നമ്മളുടെ ഇഹലോകത്തിലുള്ള കാര്യങ്ങളിൽ നമ്മൾ വ്യാപൃതരായിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരായി മരണപ്പെട്ട് ഈ ലോകം വിട്ട് പോകുന്നവരാണെന്ന് വല്ല ചിന്തയും നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അതാ അള്ളാഹുവിൻ്റെ ദൂതൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉണർത്തുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മരണമുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഖബറിലേക്ക് മാറ്റപ്പെടുന്നതാണ്. അവിടെ ചില രക്ഷാശിക്ഷകളൊക്കെ ഉണ്ട് എന്ന കാര്യം വിശുദ്ധനായ റസൂൽ കരീം മാനവ സൃഷ്ടികളുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, കാരുണ്യമൂർത്തിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാനവലോകത്തിന് പകർന്നു നൽകുന്ന അധ്യാപനം. ഖബറിൽ നിങ്ങൾക്കൊരു ജീവിതമുണ്ട്, അവിടെ ഒരു ശിക്ഷാരക്ഷകൾ ഒരുക്കിയിരിക്കുന്നു. അതുകൊണ്ട് യാ അല്ലാഹ്, ഖബറിലെ ശിക്ഷയിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. ആരാധനയ്ക്കർഹൻ നീ അല്ലാതെ മറ്റാരുമില്ല എന്ന് നമ്മൾ ദുആ ചെയ്ത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ഇഹലോകത്ത് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരായി മടങ്ങി ഖബറിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നമുക്ക് രക്ഷ നൽകുവാൻ അള്ളാഹു അല്ലാത്ത മറ്റാരുമില്ല എന്ന അധ്യാപനം നമ്മളെ പഠിപ്പിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിന ഷിഖാഖി വന്നിഫാഖി വസൂൽ അഖ്ലാഖ്. യാ അല്ലാഹ്, അഭിപ്രായ ഭിന്നതയിൽ നിന്നും
കാപട്യത്തിൽ നിന്നും എല്ലാ മ്ലേച്ഛ സ്വഭാവങ്ങളിൽ നിന്നും ഞാനിതാ നിന്നിൽ അഭയം തേടുന്നു. അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. അഭിപ്രായ ഭിന്നത, ഇന്ന് സഹോദരങ്ങൾ തമ്മിൽ അഭിപ്രായ ഭിന്നതയിലാണ്. ഓരോ കുടുംബ അംഗങ്ങളും തമ്മിൽ അഭിപ്രായ ഭിന്നതയിലാണ്. ഒരുമിപ്പില്ല, യോജിപ്പില്ല. അങ്ങനെയുള്ള അഭിപ്രായ ഭിന്നതയിൽ നിന്നും, അതുപോലെ കാപട്യത്തിൽ നിന്നും, സത്യസന്ധതയില്ല, കപടത നിറഞ്ഞ ലോകം, കാപട്യം പറഞ്ഞ് കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്ന ആളുകൾ, അതുപോലെ എല്ലാ മ്ലേച്ഛ സ്വഭാവങ്ങളിൽ നിന്നും, മോശമായ എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. ഇങ്ങനെ നിങ്ങൾ അള്ളാഹുവിനോട്, ദൈവത്തോട്, യഹോവയോട് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുകയും അങ്ങനെയുള്ള ദുഷിച്ച പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മൾ സ്വയം മാറുവാൻ തയ്യാറാകുകയും ചെയ്യണം. അപ്പോൾ മാത്രമേ നമ്മൾ ഒരു ദൈവഭക്തൻ എന്ന് നമുക്ക് പറയുവാൻ കഴിയുകയുള്ളൂ. ഇതുപോലെ നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു ദുആയുടെ അർത്ഥം ഇപ്രകാരമാണ്: യാ അല്ലാഹ്, എൻ്റെ ഹൃദയത്തിൽ പ്രകാശം നൽകണമേ, എൻ്റെ നാവിൽ പ്രകാശം നൽകണമേ, എൻ്റെ കണ്ണുകളിൽ നീ പ്രകാശം നൽകണമേ, എൻ്റെ ചെവികളിൽ നീ പ്രകാശം നൽകണമേ, എൻ്റെ വലതുഭാഗത്ത് നീ പ്രകാശം നൽകണമേ, എൻ്റെ ഇടതുഭാഗത്ത് നീ പ്രകാശം നൽകണമേ, എൻ്റെ മുകൾ ഭാഗത്ത് നീ പ്രകാശം നൽകണമേ, എൻ്റെ അടിഭാഗത്ത് നീ പ്രകാശം നൽകണമേ, എൻ്റെ മുന്നിൽ നീ പ്രകാശം നൽകണമേ, എൻ്റെ പിന്നിൽ നീ പ്രകാശം നൽകണമേ, എൻ്റെ ആത്മാവിൽ നീ പ്രകാശം നൽകണമേ. പ്രസ്തുത പ്രകാശം എനിക്ക് കൂടുതൽ മഹത്വത്തിന് നിദാനമാക്കണമേ. ഈ പറയപ്പെട്ട എല്ലാ അവയവങ്ങളിലും പ്രകാശഭരിതമായി തീരുന്നതിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ കണ്ണ്, കാത്, നാവ്, കൈകാലുകൾ, നമ്മുടെ മുൻഭാഗം, പിൻഭാഗം, വലതുഭാഗം, ഇടതുഭാഗം, മുകൾ ഭാഗം, താഴെ, എല്ലായിടത്തു നിന്നും അല്ലാഹുവിൻ്റെ പ്രത്യേകമായ കാരുണ്യവും പ്രകാശവും നമ്മിലേക്ക് കടന്നു വരുന്നില്ല എങ്കിൽ ഈ ഏതു ഭാഗത്തു നിന്നും പൈശാചികമായ ശക്തികളുടെ പ്രലോഭനം നമ്മളിലേക്ക് കടന്നു വരികയും അവിടെ നമ്മൾ ഇരുട്ടായിത്തീരുകയും നാം തെറ്റായ കാര്യങ്ങളിലേക്ക് വഴുതി വീഴുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തൻ്റെ സകല ഭാഗങ്ങളെയും പ്രകാശഭരിതമാക്കി ദൈവത്തിന് ഹിതകരമായ നിലയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ സജ്ജമാക്കണമേ എന്നുള്ള പ്രാർത്ഥന എത്ര മഹത്തരമായ പ്രാർത്ഥനയാണ്. ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ നമുക്ക് നിർവഹിക്കുവാനും ആ പ്രാർത്ഥനയ്ക്ക് അർഹമായ നിലയിൽ, പ്രാർത്ഥനയ്ക്ക് ഉള്ള ഉത്തരമെന്ന നിലയിൽ നമ്മുടെ കണ്ണുകളെയും നമ്മുടെ ചെവികളെയും നമ്മുടെ നാവുകളെയും നമ്മുടെ കൈകളെയും നമ്മുടെ കാലുകളെയും നമ്മുടെ മുൻഭാഗങ്ങളെയും നമ്മുടെ പിൻഭാഗങ്ങളെയും നമ്മുടെ വലതുഭാഗങ്ങളെയും നമ്മുടെ ഇടതുഭാഗങ്ങളെയും നമ്മുടെ മുകൾ ഭാഗങ്ങളെയും താഴ്ഭാഗങ്ങളെയും പ്രകാശത്തിൽ നിർത്തുകയും നന്മയിൽ നിർത്തുകയും അങ്ങനെ സജ്ജനങ്ങൾ ചെയ്യുന്ന സൽപന്ഥാവിലൂടെ സഞ്ചരിച്ച് ലോകത്തിന് മുഴുവൻ വെളിച്ചം നൽകുന്ന നിലയിലേക്ക് ആയിരിക്കണം. ഒരു ഭാഗത്തു നിന്നും നമ്മളിലേക്ക് ഇരുട്ട്, അജ്ഞത, അറിവില്ലായ്മ, മോശപ്രവൃത്തി, മ്ലേച്ഛമായ കാര്യങ്ങൾ കടന്നു വരാതിരിക്കുവാൻ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കും. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഭൂമിയിൽ വസിക്കുന്ന സകല മനുഷ്യരുടെയും ദൈവം ഏകനായ ദൈവം മാത്രമാണ്. അവനാണ് എല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ജാതി, മത, വർഗ വിദ്വേഷങ്ങൾക്ക് അതീതമായ നിലയിൽ സകല മനുഷ്യരെയും സൃഷ്ടിച്ചു സംരക്ഷിക്കുന്ന പരമാത്മാവിൻ്റെ മുമ്പിൽ ശിരസ്സു നമിക്കുകയും നമ്മുടെ എല്ലാ ഭാഗത്തു നിന്നും നമ്മിലേക്ക് കടന്നു വരുന്നത് അവനിൽ നിന്നുള്ള പ്രകാശധാരയായിരിക്കണമെന്ന്, ഒരു രീതിയിലുള്ള മോശമായ പ്രവർത്തനങ്ങളും നമ്മിൽ നിന്നുണ്ടാകരുതെന്നും, പ്രകാശത്തിൽ, വെളിച്ചത്തിൽ ആരും തെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയില്ല, പറ്റില്ല. ഇരുട്ടിലാണല്ലോ തെറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രകാശമാനമായ ഒരു ജീവിതമായിരിക്കണം നമുക്ക് ലഭിക്കേണ്ടത് എന്ന് ആ പരമാത്മാവിനോട്, ആ രക്ഷിതാവിനോട് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സംരക്ഷണയിൽ ഈ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും ഈ സത്പന്ഥാവ് ലഭിക്കുന്നതിനും അങ്ങനെ നല്ല ജീവിതം നയിക്കുന്നതിനും തൻ്റെ സഹോദരങ്ങളാണ് ഈ ഭൂമിയിൽ കഴിയുന്നതെന്നും അവർക്കെല്ലാവർക്കും വേണ്ടി നല്ലതും നല്ല സേവനങ്ങളും ചെയ്യുവാനുള്ള
ഉത്തമമായ ഒരു ജീവിത അനുഭവവും ജീവിത സാഹചര്യവുമാണ് അള്ളാഹു ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നാം ഓരോരുത്തരായി ഖബറുകളിലേക്ക് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് ഇവിടെയുള്ള എല്ലാ മനുഷ്യർക്കും നന്മ ചെയ്തുകൊണ്ട് നന്മ പ്രവർത്തിച്ചുകൊണ്ടും മടങ്ങിപ്പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെയുള്ള എല്ലാ ശിക്ഷകളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടുവാനും നമുക്ക് സുഖകരമായ ഒരു ജീവിതം ഖബറിൽ ലഭിക്കുകയും ചെയ്യുന്നതാണ്. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബറുകളെയും അള്ളാഹു താല വിശാലമാക്കുകയും പ്രകാശപൂരിതമാക്കുകയും അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള വിഷമങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിക്കൊടുക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഈ പ്രസംഗത്തിൻ്റെ യഥാർത്ഥമായ പ്രകാശം ലഭ്യമാകട്ടെ. അതനുസരിച്ച് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നന്നാക്കുവാനുള്ള തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിവിടെ അവസാനിപ്പിക്കട്ടെ. ജസാക്കുമുല്ലാഹ് അഹ്സനൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.